നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മാങ്കുറ്റിപ്പാടത്ത് കനാൽ ബണ്ട് റോഡരികിലെ അണ്ടർ ടണൽ കിണർ നാട്ടുകാർക്ക് അപകട ഭീഷണിയാകുന്നു. കനാൽ ബണ്ട് റോഡിനോട് ചേർന്നാണ് 12 അടിയിലേറെ താഴ്ചയുള്ള കിണറുള്ളത്. തൃക്കൂർ അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ ചുമതലയേറ്റു. തൃക്കൂരിൽ സന്ദീപ് കണിയത്തും അളഗപ്പ നഗറിൽ ആൻസ് കണ്ണമ്പുഴയുമാണ് സ്ഥാനമേറ്റത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തി. നെടുമ്പാൾ ധനുകുളം പാടശേഖരത്തിലായിരുന്നു വളപ്രയോഗം. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തതി വാർഷികാഘോഷ സമാപനത്തിന്റെ ഭാഗമായി പ്രതിഭാ സംഗമം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടത്ത് കനാൽ ബണ്ട് റോഡരികിൽ വർഷങ്ങൾക്ക് മുൻപ് ഇറിഗേഷൻ അധികൃതർ നിർമ്മിച്ച അണ്ടർ ടണൽ കിണർ നാട്ടുകാർക്ക് അപകട ഭീഷണിയായി മാറി. കനാൽ ബണ്ട് റോഡിനോട് ചേർന്നാണ് 12 അടിയിലേറെ താഴ്ചയുള്ള കിണർ ഉള്ളത്. 60 വർഷം മുമ്പ് മറ്റത്തൂർ ബ്രാഞ്ച് കനാൽ നിർമ്മിച്ചപ്പോൾ സമീപത്തുള്ള കോടശ്ശേരി മലയിൽ നിന്നും ഒഴുകിവരുന്ന മഴവെള്ളം കനാലിലേക്ക് വീഴാതെ ഒഴുക്കിക്കളയാനാണ് അണ്ടർ ടണൽ കിണർ ഉണ്ടാക്കിയത്. മഴക്കാലത്ത് തോട്ടിലൂടെ ഒഴുകിവരുന്ന വെള്ളം ഈ കിണറിൽ പതിച്ച ശേഷം കനാലിൻ്റെ അടിയിലൂടെ കടന്ന് തോട് വഴി ഒഴുകിപ്പോകുന്ന സംവിധാനമാണ് അണ്ടർ ടണൽ. കനാൽ ബണ്ട് റോഡ് പിന്നീട് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കിയപ്പോൾ റോഡിനോട് ചേർന്ന് തുറന്നു കിടക്കുന്ന കിണർ അപകട ഭീഷണിയായി മാറുകയായിരുന്നു. റോഡിനും കിണറിനും ഇടയിൽ ഇരുമ്പ് കമ്പികൾ കൊണ്ടുള്ള സുരക്ഷാവേലി ഒരുക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ഇതിൻ്റെ ചുറ്റുപാടും ഒരു നെറ്റ് പോലെ എന്തെങ്കിലും ഒന്ന് ഇടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് തരണം ഞങ്ങൾക്ക് എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇവിടെ ഞാനൊരു ലൈറ്റ് ഇടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മെമ്പറോടൊക്കെ, ആരും ഇട്ടില്ല. ഇവിടെ ആദ്യം പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്ന ആളൊരിക്കൽ വീണു. ഈ കുയില് വീണു. അവിടെ ഒരു ഭയങ്കര കിടങ്ങാർന്ന് അതിൽ വീണു. അതൊക്കെ അന്ന് ഞാനാണ് സഹായിക്കുന്നത്. കനാൽ ബണ്ട് റോഡിനോട് ചേർന്നുള്ള അപകട സാധ്യത ഒഴിവാക്കാൻ ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുള്ളതായി പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിയിൽ പറഞ്ഞു. ഇത് തേമാത്ത് വിജയൻ കനാൽ ബണ്ട് റോഡ് കഴിഞ്ഞ കൊല്ലാണ് ടാറിങ് ചെയ്തത്. പുതിയ ഫണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഒരു UT ഉണ്ട്. ആ UTയുടെ മുകളിലൊരു കമ്പി ആർച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അത് ആ എസ്റ്റിമേറ്റിലുള്ളതാണ്. അപ്പോൾ ആ വർക്ക് എടുത്ത കോൺട്രാക്ടറുകാരൻ അത് ചെയ്യാമെന്ന്. തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കൺവെൻഷനും മണ്ഡലം പ്രസിഡന്റുമാരെ ആദരിക്കലും നടത്തി. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് ഷെന്നി ആന്റോപ്പനോക്കാരൻ അധ്യക്ഷത വഹിച്ചു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്ദീപ് കണിയത്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ജോൺസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, ഡേവിസ് അക്കര, പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, തൃക്കൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് അംഗങ്ങൾ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സഹകരണ സംഘം പ്രസിഡന്റുമാർ, ഡയറക്ടർമാർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, പോഷക സംഘടനാ പ്രതിനിധികൾ, ബൂത്ത് വാർഡ് പ്രസിഡന്റുമാർ എന്നിവർ സന്നിഹിതരായി. അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി ആൻസ് കണ്ണമ്പുഴ ചുമതലയേറ്റു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു. K രാജേശ്വരി, ജയൻ കൂവക്കാടൻ, DCC സെക്രട്ടറിമാരായ കല്ലൂർ ബാബു, സജീവൻ കുരിയച്ചിറ, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ KL ജോസ്, കൺവീനർ സോമൻ മൂത്രത്തിക്കര, ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, വൈസ് പ്രസിഡന്റ് ജെൻസൺ കണ്ണത്ത്, ന്യൂനപക്ഷ സെൽ ജില്ലാ ചെയർമാൻ KJ ജോജു, പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി, ജോസി ജോണി, ജിജോ, ഭാഗ്യവതി ചന്ദ്രൻ, പ്രിൻസി ഡേവിസ്, ദിനിൽ പാലപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നെൽകൃഷിയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തി.
നെടുമ്പാൾ ധനുകുളം പാടശേഖരത്തിൽ വെച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് സ്ഥിരം സമിതി അധ്യക്ഷൻ എം പുഷ്പാകരൻ, റീന ഫ്രാൻസിസ്, കൃഷി ഓഫീസർ അമൃത നിഷാന്ത് എന്നിവർ പ്രസംഗിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തതി വാർഷികാഘോഷ സമാപനത്തിന്റെ ഭാഗമായി പ്രതിഭാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ MB ജയരാമൻ, DYSP PC ബിജുകുമാർ, നാടകകൃത്ത് സജീവൻ മുരിയാട്, ക്ഷീര കർഷക അവാർഡ് ജേതാവ് PO സാബു എന്നിവരെ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ആദരിച്ചു. അമ്മ വായന പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീന രാജനും എൻഡോമെന്റ് സമർപ്പണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപിയും നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KU വിജയൻ, ശ്രീജിത്ത് പട്ടത്ത്, AS സുനിൽകുമാർ, നിജി വത്സൻ, നിത അർജുനൻ, പ്രിൻസിപ്പാൾ B സജീവ്, പ്രധാനാധ്യാപകൻ T അനിൽകുമാർ, AN വാസുദേവൻ മാസ്റ്റർ, KA മനോഹരൻ, ജോമി ജോൺ, സോമൻ മുത്രത്തിക്കര, KP ലിയോ, സ്മിത വിനോദ്, കുമാരി അനുഷ്ക അജിതൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാവിലെ 11:15 അപകടം സംഭവിച്ചത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി കാറിനെ മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജും ഡ്രൈവറും മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടായി. GIPL കമ്പനിയുടെയും അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. റോഡ് സുരക്ഷാ വാരത്തോട് അനുബന്ധിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജനറൽ മെഡിസിൻ, ക്ലിനിക്കൽ ഫാർമസി വിഭാഗങ്ങളിലായി പരിശോധന നടത്തി. ഡോക്ടർ രേഷ്മ രാജു, ഡോക്ടർ സ്റ്റെഫാൻ അബ്ദുറഹ്മാൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ തദ്ദേശ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പുതുക്കാട് പഞ്ചായത്ത് തല കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് HSS വിദ്യാലയത്തിലെ വിദ്യാർത്ഥി ബെസ്റ്റിൻ KB ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് ആന്റണീസ് HS സ്കൂളിലെ വിദ്യാർത്ഥിനി ശ്രേയ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സെന്റ് ആന്റണീസ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥി നവനീത് കൃഷ്ണ, ചെങ്ങന്നൂർ GLPS വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനും പുതുക്കാട് പഞ്ചായത്ത് ഇംപ്ലിമെന്റ് ഓഫീസറുമായ MB തോമസ് എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ ആവശ്യങ്ങളും പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും ചർച്ച ചെയ്ത് അവതരിപ്പിച്ചു. കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അധ്യാപകരും പങ്കെടുത്തു. പ്രായാധിക്യത്താൽ അവശത അനുഭവിക്കുന്ന രോഗിക്ക് ആശ്വാസമാകാൻ രാമനാമം ചൊല്ലിക്കൊടുക്കുന്ന ഷമീറ ഷാഹുലും രാജി പ്രസാദും സോഷ്യൽ മീഡിയയിൽ അതിശയമായിരിക്കുകയാണ്. തൃക്കൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തകരാണ് ഷമീറയും രാജിയും. പ്രായാധിക്യത്തിൻ്റെ അവശതകളുമായിരിക്കുന്ന ഒരു മുത്തശ്ശി, അവർക്ക് രാമനാമ ജപം പാടിക്കൊടുക്കുന്ന 2 വനിതകൾ, അവരിലൊരാൾ തട്ടമിട്ട മുസ്ലിം വനിത. ഈ വീഡിയോ കണ്ടവരെല്ലാം അതിശയത്തോടെ പരസ്പരം ഷെയർ ചെയ്തു. ആലങ്ങാട് സ്വദേശിയും ഫോട്ടോഗ്രാഫറും പാലിയേറ്റീവ് കെയർ വളണ്ടിയറുമായ KP ജോസ് ആണ് മതത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് വളരുന്ന മനുഷ്യത്വത്തിൻ്റെ ഈ സുന്ദര ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ ചാരനായി വന്നണഞ്ഞ മാനിനെ പിടിക്കുവാൻ ജാനകിയെ വിട്ടകന്ന രാമ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. തൃക്കൂർ പഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരായ ഷമീറ ഷാഹുലും രാജി പ്രസാദുമാണ് വീഡിയോയിൽ നാമം ചൊല്ലി മുത്തശ്ശിയെ സന്തോഷിപ്പിച്ചത്. ഞെള്ളൂർ ക്ഷേത്രത്തിനു സമീപമുള്ള ശാന്ത എന്ന വയോധികയുടെ വീട്ടിലാണ് സംഭവം നടന്നത്. ഈ രാമനാമം ഞാൻ ആദ്യമായിട്ടാണ് അന്നത്തെ ദിവസം അവിടെ ചെന്നപ്പോഴാണ് ഞാനിത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അപ്പം അത് ഇപ്പോൾ അവരുടെ ഒരു ഹിന്ദുസിൻ്റെ ഒരു വീടാണ്. അവരുടെ അമ്മമാരെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അമ്മമാരുടെ രുചി അനുസരിച്ച് ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ സിനിമ പാട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സിനിമ പാട്ട് പാടും. അതല്ല ഇനിയിപ്പോൾ പ്രാർത്ഥനയാണോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ചൊല്ലി കൊടുക്കും. ഇതിപ്പോൾ അവർക്ക് ആ അമ്മക്ക് അത് ഇഷ്ടമായി എന്ന് മനസ്സിലായപ്പോൾ പിന്നെ അമ്മ ഞങ്ങൾ ചെല്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു സങ്കടവും സന്തോഷവും അങ്ങനെ എല്ലാം കൂടി ഉണ്ടായിരുന്നു.
അവരുടെ സ്വാമി മുറിയിലുണ്ടായിരുന്ന ഒരു ഭക്തിഗാനത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് അതിൽ നിന്ന് ഒരെണ്ണം നോക്കി ഒരെണ്ണം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ തേടി വരും കണ്ണുകൾ അയ്യപ്പസ്വാമിയുടെ ഒരു 4 വരി ഞങ്ങൾ പാടി. അതിനുശേഷം ഞങ്ങൾ ഈ രാമനാമം ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾക്ക് തോന്നി അത് പാടാമെന്ന് തോന്നി. അത് പാടുമ്പോൾ അമ്മ നല്ല സന്തോഷത്തോടു കൂടി അത് കേൾക്കാനായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് ആളാണത് അത് കേട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് അംഗങ്ങളുടെയും ഡോക്ടറുടെയും പിന്തുണയാണ് പാലിയേറ്റീവ് വളണ്ടിയർമാരായി പ്രവർത്തിക്കാൻ തങ്ങൾക്ക് കരുത്തു പകരുന്നത് എന്നും അവർ പറഞ്ഞു. തങ്ങളുടെ മുന്നിലെത്തുന്ന രോഗികൾക്ക് ആശ്വാസവും സന്തോഷവും നൽകുക എന്നത് മാത്രമാണ് പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ലക്ഷ്യം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് മനുഷ്യർ തമ്മിൽ പരസ്പരം ഒരു സ്നേഹമില്ലാതെ, അയൽപ്പക്കത്ത് ആരാ നമ്മൾ താമസിക്കുന്നതെന്ന് അറിയോ പോലും നമുക്കില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അപ്പം അത്തരം സാഹചര്യത്തിലാണ് ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെ ആവശ്യകത നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വോളണ്ടിയറായ ഷമീറ ചേച്ചിയും നമ്മുടെ ആശാവർക്കറായ രാജിയും നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ തൃക്കൂർ പഞ്ചായത്തിൽ ഒരുപാട് പാലിയേറ്റീവ് പേഷ്യൻസ് ഉണ്ട്. ശരിക്കും പറയാന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിക്കുന്നത് നമ്മുടെ പാലിയേറ്റീവിൻ്റെ വളണ്ടിയേഴ്സ്, ആശാവർക്കർമാർ, ഡോക്ടേഴ്സ്. അതെല്ലാ ഡോക്ടേഴ്സും, ഹോമിയോ, ആയുർവേദം, അലോപ്പതി എല്ലാ ഡോക്ടർമാരും നിരന്തരം അവരെ കണ്ട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അതായത് വാർഡിലെ മെമ്പർമാരും എല്ലാവരും നന്നായി അവരെ കെയർ ചെയ്യുന്നുണ്ട്. ജാതിമത വർഗ രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ ഓരോരുത്തരെയും തേടിയെത്തുന്ന ഒന്നാണ് വാർദ്ധക്യവും അസുഖങ്ങളും അത്യാഹിതങ്ങളും. അതുകൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിലുള്ള വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും ഉണ്ടെങ്കിലും നാം എല്ലാം അടിസ്ഥാനപരമായി മനുഷ്യരാണെന്ന മാനവിക ചിന്ത തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. സ്നേഹത്തിൻ്റെയും അലിവിൻ്റെയും ഒരുപാട് കഥകളും അനുഭവങ്ങളുമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പറയാനുള്ളത്. അത്തരത്തിൽ ഒരു സംഭവം തന്നെയാണ് തൃക്കൂർ പഞ്ചായത്തിലും നടന്നിരിക്കുന്നത്. നമ്മൾ കണ്ട ഈ വീഡിയോയ്ക്കപ്പുറം ഒത്തിരി നമ്മുടെ ഹൃദയം തൊടുന്ന അനുഭവങ്ങൾ ഇവർക്ക് ഇനിയും പങ്കുവയ്ക്കാനുണ്ട്. ഇത്തരത്തിൽ സ്നേഹത്തിന്റെ ഒരുപാട് മുഹൂർത്തങ്ങൾ ഇവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് നടത്തുന്ന വ്യാപാര സംരക്ഷണ ജാഥയുടെ സന്ദേശവുമായി പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നടന്ന വാഹന പ്രചരണ ജാഥ കോടാലിയിൽ സമാപിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭദ്രം പദ്ധതി പ്രകാരം നൽകുന്ന 15 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണവും ചടങ്ങിൽ നടത്തി. ജാഥ ക്യാപ്റ്റൻ സെബാസ്റ്റ്യൻ മഞ്ഞളി, PG രഞ്ജിമോൻ, TM ഉമേഷ് ബാബു, ഡേവിസ് വില്ലെടുത്തുകാരൻ, സുമേഷ് നന്ദിപുലം, ഫൗസിയ ഷാജഹാൻ, പ്രതീഷ് പോൾ, സാബു പോക്കാക്കില്ലത്ത് എന്നിവർ പ്രസംഗിച്ചു. ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ പള്ളിയിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ആഘോഷമായ തിരുനാളിന് കൊടിയേറി. ഫാദർ ആന്റണി പുല്ലോക്കാരൻ കൊടിയേറ്റ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയും ഉണ്ടായി. സപ്ലിമെന്റ് പ്രകാശനവും നടത്തി. ഫെബ്രുവരി 10, 11 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുക. ജനുവരി മാസം കഴിഞ്ഞിട്ടും വരദരപ്പള്ളി പഞ്ചായത്തിലെ കുറുമാലിപ്പുഴയിൽ തടയണകൾ സ്ഥാപിക്കാത്തതിൽ BJP മുപ്ലിം കമ്മിറ്റി പ്രതിഷേധിച്ചു. കൃഷി ആവശ്യങ്ങൾക്കായുള്ള വെള്ളം ലഭ്യമാകണമെങ്കിൽ തടയിണകളുടെ പൂർത്തീകരണം നടന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഡിസംബറിൽ പൂർത്തിയാകേണ്ട മൺചിറകൾ പൂർത്തീകരിച്ചിട്ടില്ലെന്നും BJP കുറ്റപ്പെടുത്തി. പണി ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിലെ മുഴുവൻ കർഷകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇറിഗേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. BJP മുപ്ലിയം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സവിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം സെക്രട്ടറി ഷിനോജ്, മേഖലാ ജനറൽ സെക്രട്ടറി രാജീവ് പുത്തൻപുര, ഭാരവാഹികളായ EN മണിലാൽ, ഷാജി വട്ടോലിപ്പറമ്പിൽ, ബാബു കേശവൻ എന്നിവർ പ്രസംഗിച്ചു. അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ പോക്സോ കേസുകളെ കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാർ നടത്തി. ലേഡി വെൽഫെയർ സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ AK ഷീബ ക്ലാസ് നയിച്ചു. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. ഞായർ രാവിലെ 5-ന് ഗണപതി ഹവനം, 5:30-ന് ശ്രീലകത്ത് എഴുന്നള്ളിപ്പ്, പഞ്ചവിംശതി കലശാഭിഷേകം, 8-ന് പന്തീരടി പൂജ എന്നിവ നടക്കും. 8:30 മുതൽ 10:30 വരെ പഞ്ചവാദ്യ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, തുടർന്ന് ശ്രീഭൂതബലി എന്നിവയും ഉണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് 3 മുതൽ വൈകുന്നേരം 4:45 വരെ പൂരം വരവ്, പാണ്ടിമേള അകമ്പടിയിൽ 5 മുതൽ 7 വരെ എഴുന്നള്ളിപ്പും നടക്കും. രാത്രി 8-ന് ക്രങ്കന്നൂർ കളേഴ്സ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ഈവ് അരങ്ങേറും.
നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ മാസം 9, 10, 11 തീയതികളിൽ വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചനയും വേദമന്ത്രാർച്ചനയും നടത്തും. 40 വർഷത്തിന് ശേഷമാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ക്ഷേത്രം തന്ത്രി അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. സംരംഭക വർഷം 2.0 എന്ന പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി സംരംഭകർക്കായുള്ള ലോൺ, ലൈസൻസ്, സബ്സിഡി മേള 3 മുറിയിൽ സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗങ്ങളായ ദിവ്യ സുധീഷ്, NP അഭിലാഷ്, കൊടകര ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ VS സെബി, CDS ചെയർപേഴ്സൺ സുനിത ബാലൻ, ഫെഡറൽ ബാങ്ക് മാനേജർ ജിബിൻ ജോയ്, കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ ബിബിൻ ബാബു, EDEAU ജിതു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സംരംഭകർക്കായുള്ള എന്റർപ്രണർഷിപ്പ് ഫെസിലിറ്റേഷൻ ക്യാമ്പയിൻ ക്ലാസുകളുടെ ഭാഗമായി വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ സഹായ പദ്ധതികളെയും ലോൺ നടപടികളെയും കുറിച്ച് ക്ലാസുകൾ നൽകി. മറ്റത്തൂർ ഫ്രീ തിങ്കേഴ്സിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച സ്വതന്ത്ര ചിന്താ സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കോടാലി SN സ്കൂളിലാണ് സെമിനാർ നടക്കുന്നത്. K. വേണു ജനാധിപത്യം നേരിടുന്ന പ്രതിസന്ധികൾ എന്ന വിഷയത്തിലും, PB ഹരിദാസൻ എന്താണ് ഈ ക്യാപിറ്റലിസം എന്ന വിഷയത്തിലും, ലൈംഗികതയും ആരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ രജനിയും, മുന്നോക്ക സംവരണവും പിന്നോക്ക വിടുതലും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സാബു ഫിലിപ്പും പ്രസംഗിക്കും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് ശനിയാഴ്ച രാവിലെ 6:45 ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, അമ്പ് വെഞ്ചിരിപ്പ് എന്നിവ നടക്കും. വൈകിട്ട് 4:30 ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, കൂടുതുറക്കൽ ചടങ്ങുകൾ ഉണ്ടായിരിക്കുന്നതാണ്. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ കാർമ്മികനാകും. വൈകിട്ട് 11:30 അമ്പ് സമാപിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:30 കുർബാന, 6:30 ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന എന്നീ ചടങ്ങുകൾക്ക് ഫാദർ ജോജോ എടത്തിരുത്തി കാർമ്മികത്വം വഹിക്കും. 8:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആന്റണി തെക്കീനിയത്ത് കാർമ്മികനാകും. രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കാർമ്മികത്വം വഹിക്കും. ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആന്റണി അമ്മുത്തൻ കാർമ്മികനാകും. തുടർന്ന് തിരുനാൾ പ്രദർശനം, ആകാശ വിസ്മയം എന്നിവ ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹെയർ റാം ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി സെബി കൊടിയൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ EM ഉമ്മർ, TS രാജു, മുൻ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ്, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. ബഹിരാകാശ വിസ്മയം കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നവ്യാനുഭവം ഒരുക്കി. ISROയും വിജ്ഞാന ഭാരതിയും സംയുക്തമായി സംഘടിപ്പിച്ച സ്പേസ് ഓൺ വീൽസ് എക്സിബിഷനാണ് കുട്ടികൾക്ക് വിസ്മയ കാഴ്ച സമ്മാനിച്ചത്. വിജ്ഞാൻ ഭാരതി ജില്ലാ കോർഡിനേറ്റർ ഗോവിന്ദൻ ദീപപ്രോജ്വലന കർമ്മം നിർവഹിച്ചു. ISROയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചുമുള്ള അറിവുകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം ഒരുക്കിയത്. അന്തിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കും പ്രദർശനം കാണുന്നതിന് അവസരമൊരുക്കി. തൃശൂർ സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ജയറാം, മാനേജർ TK സതീഷ്, പ്രിൻസിപ്പാൾ PG ദിലീപ് എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുക്കാടിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ രാജേഷ് കുറുമാലി സംഭാഷണമൊരുക്കുകയും അഭിനയിക്കുകയും ചെയ്ത മലയാള ചിത്രം മൃദുഭാവേ ദൃഢകൃത്യേ പ്രദർശനത്തിനെത്തി. ആമ്പല്ലൂർ ശ്രീലക്ഷ്മിയിലും വരന്തരപ്പള്ളി ഡേവിസിലും ഉൾപ്പെടെ പ്രദർശനം നടക്കുന്നുണ്ട്. ആമ്പല്ലൂർ ശ്രീലക്ഷ്മിയിൽ 3-നും 6-നുമാണ് ഷോകൾ. വരന്തരപ്പള്ളി ഡേവിസിൽ 12:30, 6:30, 9:30 എന്നിങ്ങനെയാണ് സമയം. ഹൈഡ്രോ എയർ ടെക്നോട്ടിക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ വിജയ് ശങ്കർ മേനോൻ നിർമ്മിച്ച് ഷാജൂൺ കാര്യാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ നായകൻ സൂരജ് സൺ ആണ്. ശ്രവണ, മരിയ പ്രിൻസ് എന്നിവരാണ് ചിത്രത്തിൽ സൂരജ് സണ്ണിന്റെ നായികമാരായി അഭിനയിക്കുന്നത്. സിനിമയിലെ മറ്റു പ്രധാന വേഷങ്ങൾ സുരേഷ് കൃഷ്ണ, ദിനേശ് പണിക്കർ, സീമാജി നായർ, അനിൽ ആന്റോ, ശിവരാജ്, ഹരിത്, സിദ്ധാർത്ഥ്, മായ മേനോൻ, ജീജ സുരേന്ദ്രൻ, സണ്ണി ലിയോൺ, അങ്കിത് മാധവ്, ജുനൈറ്റ് ജോഡി അലക്സ്,
അമൽ ഉദയ്, വിഷ്ണു വിദ്യാധരൻ, ആനന്ദ് ബാൽ, വിജയ് ഷെട്ടി എന്നിവർ അവതരിപ്പിക്കുന്നു. വിജയ് ശങ്കർ മേനോന്റെ കഥയ്ക്ക് രവി തോട്ടത്തിൽ തിരക്കഥ രചിച്ചിരിക്കുന്നു. സഹാറ എക്സ്പെർട്ടൈസ്ഡ് ആണ് സഹനിർമ്മാണം. നിഖിൽ വി നാരായണൻ ഛായാഗ്രഹണം, റക്കീബ് ആലം, ദിൻനാഥ് പുത്തഞ്ചേരി, ശ്രീജിത്ത് രാജേന്ദ്രൻ, ഡോക്ടർ ജതീഷ് ശിവദാസ്, ഡോക്ടർ പ്രജീഷ് ഉണ്ണികൃഷ്ണൻ എന്നിവർ ഗാനരചനയും സാജൻ മാധവ് സംഗീതവും ഒരുക്കുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ബേക്കറി ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിക്കുന്നു. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്യാമ്പസിൽ ഫെബ്രുവരി 6 മുതൽ 10 വരെയാണ് പരിശീലനം നടക്കുന്നത്. താൽപ്പര്യമുള്ളവർ ഫെബ്രുവരി 3-നകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484253289, മൊബൈൽ 9946942210. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5830 രൂപ, പവന് 46,640 രൂപ. രാപ്പാൾ നെടുമ്പാൾ വടക്കിനിയടുത്ത് പരേതനായ പ്രഭാകരൻ ഭാര്യ തങ്കമണി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉഷ, വേണു, സുരേഷ്, മനോജ്, ബിന്ദു, പരേതനായ രവി എന്നിവർ മക്കളും, ഗോപി, ഷീജ, രേണുക, കൊച്ചുമോൾ, രഘു എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ ഞെള്ളൂർ പണ്ടാരൻ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മാങ്കുറ്റിപ്പാടത്ത് കനാൽ ബണ്ട് റോഡരികിലെ അണ്ടർ ടണൽ കിണർ നാട്ടുകാർക്ക് അപകട ഭീഷണിയാകുന്നു. കനാൽ ബണ്ട് റോഡിനോട് ചേർന്നാണ് 12 അടിയിലേറെ താഴ്ചയുള്ള കിണറുള്ളത്. തൃക്കൂർ അളഗപ്പ നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ ചുമതലയേറ്റു. തൃക്കൂരിൽ സന്ദീപ് കണിയത്തും അളഗപ്പ നഗറിൽ ആൻസ് കണ്ണമ്പുഴയുമാണ് സ്ഥാനമേറ്റത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തി. നെടുമ്പാൾ ധനുകുളം പാടശേഖരത്തിലായിരുന്നു വളപ്രയോഗം. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സപ്തതി വാർഷികാഘോഷ സമാപനത്തിന്റെ ഭാഗമായി പ്രതിഭാ സംഗമം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.